ആൾക്കാർക്ക് സഹായം കൊണ്ടും. ഒരു കാലത്ത് വളരെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ സംഭാവന ചെയ്ത ഏറ്റവും മുന്നിൽ തന്നെയാണ്. പഴയ കാലത്ത് അപേക്ഷിച്ച് തന്നെ അരീക്കോട് നല്ല ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് ഒക്കെ അരീക്കോട് തന്നെയാണ്. ഇപ്പം നമ്മൾ തന്നെ എടുത്തു നോക്കിയാൽ എല്ലാ കോളേജുണ്ട്, അറബി കോളേജിൻ്റെ, സയൻസ് കോളേജിൻ്റെ, ആർട്സ് കോളേജ്, എല്ലാ കോളേജുകളുണ്ട്. അരീക്കോടിൻ്റെ ഐഡന്റിറ്റി, അരീക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് ഫുട്ബോളാണ്. കേരള ഫുട്ബോളിലും ഇന്ത്യൻ ഫുട്ബോൾക്കും കുറേ ആളുകളെ കൊടുത്ത ഒരു അങ്ങാടിയാണ് അരീക്കോട്. അരീക്കോട്ടിലുള്ള റൂമിൽ ഫുട്ബോളിനെ പറ്റി ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ആദ്യം നമ്മളെ മുഖത്ത് കിട്ടും സംസാരിക്കുള്ളൂ. കാരണം ആധികാരികമായിട്ട് അതിനെപ്പറ്റി പറയണമെങ്കിൽ നമുക്ക് അറിയാത്ര ഇപ്പം വേറെയുള്ള ആൾക്കാർക്ക് അറിഞ്ഞോളണമെന്നില്ല. ഈ പെൺകുട്ടികൾക്കൊക്കെ ആദ്യമായിട്ട് സ്കൂൾ തുടങ്ങിയത് അരീക്കോടാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ അരീക്കോട് വന്നു കഴിഞ്ഞാൽ ആരും കുടുങ്ങിയാൽ മലബാറയിൽ ഓക്കെ, പക്ഷേ അരീക്കോട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ എവിടെയും ഒരു കോംപ്രമൈസും ഇല്ല. പല രീതിയിൽ താഴ്ത്തപ്പെട്ട അരീക്കോടിന് ഇപ്പം നല്ലൊരു സിറ്റി ലെവലിലോട്ട് മാറുന്നു. അത് നമുക്ക് എല്ലാവർക്കും അരീക്കോട്ടുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അഭിമാനിക്കാമെന്നുള്ളതാണ്.